ഹലോ എവ്രി വൺ. നമുക്ക് എളുപ്പത്തിലൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. ഭയങ്കര എളുപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് ഒട്ടും കറി ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്ക് പോലും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. കഴുകി വച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മസാലപ്പൊടികളൊക്കെ, മുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും സാധനങ്ങൾ ഇടണം. അതിനുശേഷം നമ്മൾ സവാള അരിഞ്ഞത് ഇടണം. സവാള ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു അര കിലോൻ്റെ താഴെയായിട്ടുള്ളൊരു ചിക്കനാണ്. കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഒരു നമുക്ക് ആവശ്യത്തിന് രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞത് ഇടുക. പിന്നെ തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇടുക. എന്നിട്ട് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാന്ന് വെച്ചാൽ കൈ വെച്ച് നന്നായിട്ട് ഉടച്ചുടച്ച്, എനിക്കത് പറയേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നല്ലപോലെ ചേർത്ത് പിടിപ്പിക്കണം. അതിലേക്ക് നമ്മൾ ഈ ബീഫൊക്കെ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വയ്ക്കുന്നതിന് മുന്നേ പറയില്ലേ, ബീഫിലേക്ക് ഇങ്ങനെ പിടിപ്പിക്കുന്ന രീതിയിൽ കുഴയ്ക്കണമെന്ന്. അതേപോലെ നന്നായിട്ട് കൈവച്ച് മുറുക്കെ തിരുമ്മി ആ മസാലയും സവാളയും തക്കാളിയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ കുഴച്ച് വയ്ക്കുക. എന്നിട്ട് ഇതിൽ വെള്ളം സത്യം പറഞ്ഞാൽ ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഇത്തിരി ചാറോടുകൂടി വേണമെങ്കിൽ മാത്രം നിങ്ങളുടെ കയ്യിൽ ആ ഒരു മസാല പറ്റിയിട്ടുണ്ടാവില്ല, അത് കഴുകി ഒഴിക്കുന്ന രീതിയിൽ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെള്ളമായിപ്പോവും. എന്നിട്ട് കുക്കർ അടുപ്പത്തേക്ക് വയ്ക്കുക. മീഡിയം ടു ലോ ഫ്ലെയിം അങ്ങനെ വേണം വയ്ക്കാൻ. അതിനുശേഷം ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഫസ്റ്റ് വിസിലടിച്ച ഉടനെ തന്നെ ഓഫ് ചെയ്തിട്ട് പ്രഷർ ഫുള്ള് പോയി കഴിയുമ്പം മാത്രം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വെള്ളം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഇളക്കാം. ഇത് നോക്കിയേ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കിയേ, നല്ല കളറുള്ള നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. പെട്ടെന്ന് ഇതുപോലെ ഉടായ്പ ചിക്കൻ കറി ആണെങ്കിലും ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണ്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. ലാസ്റ്റ് വേണമെങ്കിൽ ഒരു ഇത്തിരി കറിവേപ്പിലയും കൂടെ തൂങ്ങിയിട്ട് അടച്ചു വയ്ക്കാം. നിങ്ങൾക്ക് വെള്ളം വേണ്ട, ഒട്ടും ഗ്രേവി വേണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഗ്യാസ് വെച്ച് വറ്റിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ആവശ്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്